ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 7:30 ആട്ടോ. ഞങ്ങളൊരു ലോങ് ജേർണി പോകുകയാണ്. നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 6 hours ട്രാവൽ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ഞങ്ങൾ പോകുന്നത് നോർത്ത് വെയിൽസിലോട്ടാട്ടോ. നമ്മൾ ഇതിന് മുന്നേ വൺ ടൈം പോയായിരുന്നു വെയിൽസിലോട്ട്. പക്ഷെ നോർത്ത് വെയിൽസ് കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി അവിടേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 year ബിഫോർ ആയിരുന്നു അത് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് അന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് സൗത്ത് വെയിൽസ് മാത്രമാണ് കവർ ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു 1 week ആനുവൽ ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു നോർത്ത് വെയിൽസ് പോകാമെന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നോർത്ത് വെയിൽസിലോട്ടാട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ലോങ് ജേർണിയാണ്. അപ്പോ ഞാൻ വണ്ടി ഓടിക്കാത്തതുകൊണ്ട് ഡിസ്നി മാത്രം വണ്ടി ഓടിക്കണം. അപ്പൊ കുറച്ച് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പയ്യെ സർവീസിലൊക്കെ കയറി നമുക്കൊരു നമ്മുടെ ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോ ഏകദേശം നമുക്ക് 1 o'clock ആകുമ്പോൾ എത്തത്തുള്ളൂ അവിടെ. ഇത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ദിവസം കേട്ടോ. ഹോപ്പ്ഫുള്ളി നമ്മുടെ ജേർണിക്ക് ഇത് നല്ല യൂസ്ഫുൾ ആവും വിചാരിക്കാം. ഇതേപോലെ തന്നെ ഒരു 3 days കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്നത് ഏബർ ഫാൾസിലോട്ടാട്ടോ. ഏബർ ഫാൾസ് എനിക്ക് തോന്നുന്നു വെയിൽസിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ്. അപ്പൊ അതാണ് ഫസ്റ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹോട്ടൽസ് ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യണേ 2 days. അപ്പോ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇത് UK തന്നെയുള്ള ഒരു കൺട്രി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് ഞങ്ങൾ വേറൊരു കൺട്രിയിലോട്ടാണ് പോകുന്നത്, വെയിൽസ്. അപ്പൊ UK ഒരു ഓൾ ടുഗെദർ 4 countries കൂടി ടുഗെദർ ആയിട്ടാണല്ലോ. അപ്പൊ അതിലുള്ളൊരു കൺട്രിയാണ് വെയിൽസും ഇംഗ്ലണ്ടും. സോ നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വെയിൽസിലോട്ടാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു 6 hours ട്രാവൽ ഉണ്ട്. ബട്ട് സൗത്ത് വെയിൽസ് ആണെങ്കിൽ അത്ര ഉള്ളൂ, 3 hours ഒക്കെ ഉള്ളൂ. പക്ഷെ ഇത് നോർത്ത് വെയിൽസ് അത് എൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 5.5 hours ട്രാവലൊക്കെ ഉണ്ട്. ഓൾ ടുഗെദർ നമ്മുടെ ബ്ലോക്കും ഇതെല്ലാം വരുമ്പോൾ ഒരു 6 hours ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഉദ്ദേശിച്ചേക്കണം അധികം ഭയങ്കര ഒരു റഷായിട്ടൊരു ട്രിപ്പല്ല, ഒരു റിലാക്സിങ് ട്രിപ്പാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണം അങ്ങനെ ഒരു പ്ലാൻ നമുക്കില്ല. കാരണം വെയിൽസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാവുന്ന ഒരു പ്ലേസ് ആയിട്ട് തോന്നി. സോ നമ്മളങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ള കുറച്ച് നമ്മുടെ പ്ലാൻസിലുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് അത് കാണാം. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ബർമിഹാം എത്തിട്ടോ. ഇനിയുണ്ട് നമുക്ക് ഏകദേശം ഒരു 2.5 hours ജേർണി. ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ കുറച്ചു നേരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഒരു സർവീസിൽ കയറിയേക്കും കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്യും. നല്ലൊരു വഴിയാട്ടോ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഫുഡ്, പിന്നെ വേണമെങ്കിൽ പെട്രോൾ അടിക്കാം, ടോയ്ലറ്റിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഇവിടെ കുറച്ച് മൈലുകൾ കഴിയുമ്പോൾ ഇവിടെ കുറേ സർവീസുകളുണ്ടാവും. നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അത്. ഒരു 4.5 hours നമ്മൾ ഡ്രൈവിന് ശേഷം ഒരു ചെറിയ റെസ്റ്റിന് വേണ്ടി നമ്മൾ നിർത്തിയേക്കുവാണ്. ഒന്ന് ഡിസ്നിക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഡിസ്നിനെ കാണിച്ചു കേട്ടോ. ഹായ് ഡിസ്നി, എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവ്? കുഴപ്പമുണ്ടായിരുന്നില്ല. Salt and pepper chicken and sweet chili for both. Thank you. എന്താ കഴിച്ചേ? നൂഡിൽസ്, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ. ഞാനെന്താ കഴിച്ചേ? നീ എന്താ കഴിച്ചേ? ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കനും സ്വീറ്റ് ചില്ലി ചിക്കനും. അതൊരു ബോക്സിലാക്കി തരും കേട്ടോ. അതൊരു സൗത്ത് ഏഷ്യൻ സ്റ്റോറാണ്. അപ്പോൾ അവിടെ നമുക്ക് ചൂസ് ചെയ്യാം ടോപ്പിങ്സ്. അതാ കഴിച്ചേ. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ അതേ പോകുന്നു. ഞങ്ങൾ ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല. 1 o'clock എത്തുമെന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് സമയം ഫുഡ് കഴിക്കാൻ പോയി, പിന്നെ സർവീസിൽ പോയി. അങ്ങനെ ഇപ്പൊ കാണിക്കുന്ന സമയം 2:42, ഓൾമോസ്റ്റ് 3 o'clock. 2 hours ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങാൻ വൈകിയായിരുന്നു. 6 o'clock നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇറങ്ങി ഇപ്പൊ 7:30 ആയി. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നമ്മളിങ്ങനെ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോണ സമയത്ത് മാക്സിമം നേരത്തെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇന്നലെ ലേറ്റായി ഉറങ്ങിയപ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായി എഴുന്നേറ്റപ്പോൾ അങ്ങനെ സമയം പോയി. സോ നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് ഇന്ന് അധികം ഉണ്ടായിരുന്നില്ല. പ്ലാൻ ആകെ ഉണ്ടായിരുന്നത് ഒരു വാട്ടർഫാൾ മാത്രമാണ്. നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ. ഗൈസ്, നിങ്ങളാണെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? വിറ്റാക്കോക്ക എന്ന് പറഞ്ഞിട്ട് ഇതൊരു കോക്കനട്ട് വാട്ടർ. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പോകുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഇത്. ഞങ്ങൾ അങ്ങനെ ഡെയിലി ബേസിലൊന്നും കുടിക്കാറില്ല ഇത്. പക്ഷെ ഞങ്ങളിപ്പോ ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഒരു എനർജി ഡ്രിങ്ക് പോലെ ഞങ്ങൾ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആട്ടോ ഇത്, വിറ്റാക്കോക്ക. അത്ര ഹെൽത്തി ഒന്നല്ല, പക്ഷെ ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ പോണ സമയത്ത് ഒരു നല്ലതാ. ട്രൈ ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ വെൽക്കം ടു വെയിൽസ് എത്തിയിരിക്കുകയാണ്. എനിക്ക് അറിയില്ല എത്രത്തോളം ഇത് കിട്ടിയെന്ന്, പക്ഷെ ഇതാണ് വെയിൽസ് ട്ടോ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാം. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മൾ വെയിൽസിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ വെയിൽസിലെത്തി. അടുത്തൊരു കൺട്രിയിലാണ് എത്തിയേക്കണത് കേട്ടാ. ഇവിടെ നമുക്ക് വേറൊരു ബോർഡിംഗ് പാസ് അങ്ങനെ ഒന്നും വേണ്ട. ചുമ്മാ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, സെയിം തന്നെയാണ് മൊത്തത്തില്. ബട്ട് അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വെയിൽസ് എത്തി. ഇത് റോഡിന്റെ ഒരു സൈഡാണ്. ഇത് 2 സൈഡിലും ഫുൾ പാറകളാ. നമ്മൾ വെയിൽസ് റോഡുകളാണ് കേട്ടോ. ഇതാണ് വെയിൽസിലെ റോഡ്. ഇതിന്റെ ഡിഫറൻസ് ഒന്നുമില്ല ഇംഗ്ലണ്ടിലെ റോഡൊക്കെ വെച്ച് നോക്കുമ്പോ, അല്ലെ? സെയിം തന്നെയാണ്. മലയുടെ അടിയിലൊരു തുരങ്കമാണ് കണ്ട. ലുക്ക്. കുഞ്ഞു വഴിയാട്ടോ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. രസമില്ല കാണാനായിട്ട്. പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് പാർക്കിംഗ്. ഇതേ ഡിസ്നിയുടെ പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതായത് വെൽഷ് ലാംഗ്വേജിലാണ് എഴുതിയേക്കണത്, ഇംഗ്ലീഷിലും ഉണ്ട്. കണ്ടാ ഡിസ്നിയുടെ പാർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സീസൺ ടിക്കറ്റ് ഉണ്ട് £20. അല്ലാത്ത ടിക്കറ്റ് 5 ആണ്. അല്ല 5 മണിക്ക് അടയ്ക്കുമെന്നാണ് എഴുതിയേക്കണത്. എത്ര രൂപയാണ്? 5 പൗണ്ട് ആട്ടോ ടിക്കറ്റിന് വില. ഓക്കെ, അപ്പം നമുക്കിവിടെ ചെറിയൊരു പാർക്കിംഗ് ആണ്. അപ്പം നമുക്ക് ഇത്രയും 2.5 മൈൽ ടു 4.4 കിലോമീറ്റേഴ്സ് വാക്ക് ചെയ്യാനുണ്ട്. ലെറ്റ്സ് വാക്ക്.
അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഏബർ ഫാൾസിലാണ്. ഇതാട്ടോ എൻ്റെ വ്യൂ. ഗേറ്റ് ഉണ്ട്, ഗേറ്റൊക്കെ തുറന്നു കഴിയുമ്പോൾ സീനിക് വാക്കാട്ടോ. കാട്ടിക്കൂടിയാണ് നമ്മൾ പോണത്. കണ്ടാ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. ഇത് വെള്ളങ്ങളൊക്കെ ഒഴുകണുണ്ടോ. ഒരു പാലം ഉണ്ട്. ബ്യൂട്ടിഫുൾ. നമ്മ തന്നെ തുറക്കണോ അത്. തുറന്നിട്ട് നമുക്കിങ്ങനെ വീണ്ടും നടക്കാം. ഇതാട്ടോ ആബർ ഫാൾസ്. ഇത് സ്നോഡോണിയ നാഷണൽ പാർക്കിൻ്റെ നോർത്ത് സൈഡിലാണ് ഈ ഫാൾസ് ഉള്ളത്. ഇത് അപ്രോക്സിമേറ്റ്ലി 120 ഫീറ്റിൽ നിന്ന് താഴെ വീഴുന്ന ഒരു പവർഫുൾ വാട്ടർഫാളാണ്. നല്ല രസമായിട്ട് നേരിട്ട് കാണാനായിട്ട് വാട്ടർഫാള്. നമ്മൾ കുറേ നേരം അവിടെ കുറച്ച് ഇരുന്നായിരുന്നു. നല്ല റിലാക്സിങ്, നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സ് ഒക്കെ ആവാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് ദ ഫേമസ് ആബർ വാട്ടർഫാൾ. കണ്ടോ? ഡിസ്നിയാണ് നമുക്ക് റൂം ടൂർ ചെയ്യണത്. 309 റൂമാട്ടോ. നോക്കാം. ഇച്ചിരി ബിഗ് ബെഡ്റൂമാണ്. ലൈറ്റ് ഇടോ. ഓ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ കടലിൽ വെള്ളമില്ല. മോഴട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കണ്ട നല്ല ബിഗ് ബെഡ്റൂമാണ്. നമുക്കൊരു വ്യൂ കണ്ട ഇവിടുത്തെ. നല്ല റിയൽ വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. നീ പറഞ്ഞ പോലെ നമ്മുടെ കാറും കിടപ്പുണ്ട്. എന്തേ ഇവിടെ നമുക്കിത് ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല വെർത്താട്ടോ, നല്ല ബെഡ്റൂമാണ്. ഇവിടെ നമുക്കൊരു ഷൂറാക്ക് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് ബാത്റൂം. നല്ല ക്ലീൻ ആട്ടോ, സൂപ്പറാണ്. നല്ല ക്ലീൻ ബാത്റൂം. മെയിൻ ഹൈലൈറ്റ് ഇത് നോക്കി. അയ്യോ എന്തോട്ടൊക്കെ വീണ്. മെയിൻ ഹൈലൈറ്റ് നോക്കി. ഇതിൽ കൂടി ട്രെയിൻ പോകും. കണ്ട ഞങ്ങള് മറ്റേ വാട്ടർഫാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ അതേ ഇപ്പൊ എഴുന്നേറ്റുള്ളൂ. ഇപ്പൊ ഒരു 9 മണിയായി. 9 മണിയായി കഴിഞ്ഞപ്പോ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. വിശക്കണമൊന്നുമില്ല, എന്നാലും നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഒരു അടുത്ത ഒന്നുമില്ല ഷോപ്സ് ഒന്നും. ഞങ്ങളൊരു 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് ഒരു ബർഗർ കിങ്ങിൽ പോയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ ഡേ 1 ഇൻ നോർത്ത് വെയിൽസ്. അപ്പോൾ നമ്മൾ ആകെ പോയത് ആബർ ഫാൾസിലാണ്. പിന്നെ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങളെ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.